ഇന്നത്തെ വീഡിയോ വീഡിയോ ആണ് ട്ടോ ഗൈസ്. എന്താണ് ജാപ്പക്കുട്ട സസ്പെൻസ്? അതെന്താണ് ഒരു കീയാണോ? അതെ, ഒരു കീ അല്ലാതെ ഒരു ക്ലേ. ഒരു ക്ലേ? അതെന്ത് ക്ലേ ആണ്? അത്തത്തിനോട് ചോദിച്ചു നോക്ക്. ചേച്ചിനോട് ചോദിക്കണം. ഓക്കെ. സസ്പെൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അത് കുറച്ച് കഴിയുമ്പോൾ പൊളിയും കേട്ടോ. നമ്മൾ പുഴയിൽ പോവാണ്. നമ്മൾ പുഴയിൽ കുളിക്കാൻ പോവാണ്. ഞങ്ങൾ ഇന്ന് ഒരു കുളി കുളിക്കും. ആന്റിനെ കൂട്ടണം. ആന്റി ഇല്ല ഇപ്പം. ബാക്കി വീട്ടിൽ വീട്ടിലുണ്ട്. ആന്റിയുടെ ഡ്രസ്സ് മാത്രമേ വീട്ടിലുള്ളൂ. ആന്റി ഇല്ല. അന്നേരം ആന്റീനെ കൂട്ടണം. ആന്റിക്ക് ആന്റിനെ കൊണ്ടുവിട്ടു. ചേച്ചി ആന്റീനെ കൊണ്ടുവിട്ടു. ഇനി എന്നിട്ട് ഒരു ഒന്നൊന്നര സസ്പെൻസ് ആണ്. ഞങ്ങളെന്നെ കുഞ്ഞ് നിക്കറാക്കിയിട്ടാണ്. പിന്നെ എങ്ങനെയാ? കുഞ്ഞ് നിക്കറാണ് ഇട്ടിരിക്കുന്നത്. കുഞ്ഞ് നിക്കറിട്ട് ജോപ്പക്കുട്ടനെ പുറത്ത് പോകുന്ന ഇഷ്ടമാണോ? പ്രാർത്ഥിച്ചായിരുന്നു അല്ലേ? ജോപ്പക്കുട്ടൻ ഇന്ന് കുഞ്ഞ് നിക്കറിട്ടാണ് ശിവ മിസ്. ഇന്ന് ഞങ്ങള് കുഞ്ഞ് നിക്കറിട്ടാണ് പോകുന്നത്. കുഞ്ഞ് നിക്കറിട്ട് പോകുന്നത് ജോപ്പക്കുട്ടന് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ ഞങ്ങള് പാർക്കിൽ പോകുമ്പോ വെള്ളത്തിലിറങ്ങുമ്പോ നനഞ്ഞു പോകാതിരിക്കാനാണ് കുഞ്ഞ് നിക്കറിട്ടത് അല്ലേ? ആ നനഞ്ഞു പോകുന്ന നിങ്ങളെല്ലാരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങൾ വലിയ വെള്ളത്തിലിറങ്ങും അല്ലേ? ഞാൻ പറഞ്ഞായിരുന്നു ജോപ്പക്കുട്ട നമുക്ക് പാൻറ് വേണ്ട, ഇന്ന് കുഞ്ഞ് നിക്കറിടാൻ വെള്ളത്തിൽ പോകേണ്ടതായോണ്ട് അങ്ങനെ ഞങ്ങൾ ഒരുങ്ങി. എന്നിട്ട് ജോപ്പക്കുട്ടൻ പറഞ്ഞു ഐസ്ക്രീം വാങ്ങി തരാന്ന് പറഞ്ഞു. ജോപ്പക്കുട്ടൻ പറഞ്ഞു ഐസ്ക്രീം കഴിക്കത്തില്ല, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പനി പിടിക്കുമെന്ന്. ഇഞ്ചക്ഷൻ എടുക്കും. എന്നാലും ഞങ്ങൾക്ക് പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ഐസ്ക്രീം കഴിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ പിന്നെ കാണിച്ചു തരാം അല്ലേ? നമുക്ക് പോയാലോ? ലൈക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒട്ടിരിച്ചാവേ. ഓക്കെ, നമുക്ക് ഒട്ടിച്ച് പോയാട്ടോ. എന്നാ പോയി വരാം കേട്ടോ. എന്തൊക്കെയാവും അറിയത്തില്ല. എന്നാ ഞങ്ങള് പാർക്കിൽ പോയി വരാം കേട്ടോ. ജോപ്പ അങ്ങനെ സുന്ദരനായിട്ട് പോവാണ് ഗൈസ്. സുന്ദരനായെന്ന് നോക്കിയേ. ഇതുകൊണ്ടോ കൈ മുറിഞ്ഞതിനെ സ്റ്റിച്ച് ഇട്ടില്ലെങ്കിലേ ഭയങ്കര പ്രശ്നമാകും. വേഗം പോവാൻ നമ്മൾ. അങ്ങനെ ഞങ്ങൾക്ക് ഇഞ്ചക്ഷനൊക്കെ കിട്ടി ഗൈസ്. നല്ല വേദനയായിരുന്നു. അങ്ങനെ ഞാൻ ആശ്വസിപ്പിക്കാൻ നോക്കിയപ്പോൾ എന്നെ ഓടിച്ചു കേട്ടോ. വേദന കൊണ്ട് കരയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പയ്യെ ഇറങ്ങിപ്പോരും കേട്ടോ. ഇനിയിപ്പം സമാധാനിപ്പിച്ച് കൊണ്ടുപോകാൻ നോക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടി അപ്പുറത്താണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ വണ്ടിയിലേക്ക് ഞങ്ങൾ നടന്നു പോവുകയാണ്. അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്ത ഭാഗമൊക്കെ ഞങ്ങൾ തൂത്തൊക്കെ കൊടുത്ത് സാരമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ വണ്ടിയെ കയറിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ജ്യൂസ് കുടിക്കാനായിട്ട് ഇനി ഉള്ള യാത്രയാണ്. അങ്ങനെ ജ്യൂസ് കട ഏകദേശം എത്താറായിട്ടുണ്ട്. ജ്യൂസ് കടയിൽ കയറി ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ ജ്യൂസ് കുടിക്കാനായിട്ട് ജ്യൂസിൽ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ
ഓർഡറൊക്കെ കൊടുത്ത് കുറേ നേരം വെയിറ്റ് ചെയ്യണം, എന്നാലാണ് ജ്യൂസ് കിട്ടുക. അങ്ങനെ ഞങ്ങൾ അക്ഷമയോടെ കാത്തിരിക്കാൻ പോവാണ്. ജ്യൂസ് അങ്ങനെ എത്തിയിട്ടുണ്ട്. അങ്ങനെ വേദനയെല്ലാം മറന്ന് ജോപ്പ ജ്യൂസ് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സങ്കടമൊക്കെ മാറി സന്തോഷത്തിൽ ജ്യൂസൊക്കെ കുടിക്കുകയാണ്. അങ്ങനെ ജ്യൂസ് കൂടിയൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് കഴിയുമ്പോഴായിരിക്കും പാർക്കിൽ പോകണമെന്നുള്ള കാര്യം പറയുക. അങ്ങനെ ഞങ്ങൾ ഒരു പാർക്കിൽ പോകാൻ പറഞ്ഞപ്പം വേദനയുടെ മരുന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വേഗം പോരുവാണ്. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു തോട്ടിലിറങ്ങിയതാണ്. തോട്ടിലിറങ്ങിയപ്പം കുറച്ച് വെള്ളമൊക്കെ ഉള്ളൂ, അതുകൊണ്ട് ഇനി വലിയ വെള്ളം ഉള്ളപ്പം ഇറങ്ങാമെന്നും പറഞ്ഞ് ഞങ്ങൾ വേഗം ഞാനെയും കൂട്ടി വീട്ടിൽ പോരുവാണ്. അമ്മ അത് കാലിൽ കൂടെ കയറി മൂക്കിൽ കൂടെ കയറി തലച്ചോറ് തിന്നുവേ.